വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു മുദ്രാവാക്യം ഇല്ലാതിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. 243 അംഗ അസംബ്ലിയിൽ ഇന്ന് കോൺഗ്രസിൻ്റെ എണ്ണം എത്രയെന്നറിയാം. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അടൂർ പ്രകാശിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ കാര്യത്തിൽ. അത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ 540 മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്യേണ്ടത്, ഈ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം എന്ന് പറഞ്ഞു കൊടുക്കും. സുപ്രീം കോടതിയെ സമീപിച്ചാൽ 2, 3, 4 കൊട്ട് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് വല്ലതും വന്നാലോ എന്ന് അദ്ദേഹത്തിന് ഭയം കാണണം. ബീഹാറിൽ ഈ നടത്തുന്ന പ്രക്ഷോഭം പരാജയപ്പെട്ടു പോകുന്നതാണ് അവിടുത്തെ പല നിരീക്ഷകരും പറയുന്നത്. കാരണം അവിടെ 82% ഹിന്ദുക്കളുള്ള ഒരു സ്ഥലമാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ശക്തമായി രംഗത്ത് വന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യുമെന്നാണ്. അതിനുള്ള നീക്കം ആരംഭിക്കുകയാണ് അദ്ദേഹമെന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സത്യപ്രസ്താവന നൽകണം എന്നും അല്ലെങ്കിൽ മാപ്പ് പറയണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു രീതിയിൽ രാഹുൽ പ്രതികരിക്കുന്നത്. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് അവകാശ യാത്ര നടത്തുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബീഹാറിൽ. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം നിൽക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പരിശോധിക്കാം നമുക്ക് ഈ സാഹചര്യം. എത്രത്തോളം ഇംപീച്ച് ചെയ്യാൻ സാധിക്കും രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, അതോ രാഹുൽ ഗാന്ധി മാപ്പ് പറയുമോ? നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വളരെ ശക്തമായ ആരോപണം രാജ്യമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോഴിതാ ഇംപീച്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു? ഇത് എത്രത്തോളം സാധിക്കുന്ന ഒരു കാര്യമാണ്? എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അല്പം ഒന്ന് പേടിച്ച് കാണും. കാരണം ഇലക്ഷൻ കമ്മീഷൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ സത്യപ്രസ്താവന എഴുതി തന്നിട്ട് വേണം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ, അത് എഴുതിത്തരണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാപ്പ് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ചിലപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കാം പ്രതിപക്ഷ നേതാവിനെതിരെ. അപ്പോൾ അടിക്കാൻ ഓങ്ങുന്നതിന് മുമ്പേ അങ്ങോട്ടൊരു ഏറ് കൊടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് കൊടുക്കേണ്ടി വരും. സത്യപ്രസ്താവന എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തെളിവ് കൊടുക്കേണ്ടി വരും. സത്യപ്രസ്താവന ആദ്യം കൊടുക്കുമ്പം അവർ ചോദിക്കും ഇതിലെന്തൊക്കെ തെളിവുകളുണ്ട്, കാര്യങ്ങളുണ്ട് എന്ന് ചോദിക്കും. പരസ്പരം ഇരുന്ന് സംസാരിക്കേണ്ടി വരും. 1 ലക്ഷത്തിൽ ചിലവാന വോട്ടിൽ അപാകതയുണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതിൽ പലതും വിഴുങ്ങേണ്ടി വരും. പ്രശ്നങ്ങളാവും. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഉന്നതമായ ഒരു ബോഡിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്നും ആലോചിക്കാതെ ചെയ്യുമോ? അതാണ്. അല്ല, അത് ഒരു ആവേശത്തിൻ്റെ പുറത്തല്ല. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒരു മുദ്രാവാക്യം ഇല്ലാതിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഒരു അപ്രമാദിത്വം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. 243 അംഗ അസംബ്ലിയിൽ ഇന്ന് കോൺഗ്രസിൻ്റെ എണ്ണം എത്രയെന്നറിയാമോ? വെറും 19 മറ്റാണ്. ഇടത് പാർട്ടികൾ തന്നെ 16 എണ്ണമുണ്ട്. അവിടുത്തെ മുഖ്യ കക്ഷി BJP ആണ്, 80 സീറ്റ്. അത് കഴിഞ്ഞാൽ RJD 45 സീറ്റ് മറ്റാണ്. അല്ല, RJDക്ക് 76 സീറ്റ്. പ്രതിപക്ഷത്ത് ഇരിക്കുന്ന RJDക്ക് 76 സീറ്റ്, കോൺഗ്രസിന് 80 സീറ്റ്, പിന്നെ ജനതാദൾ U ഉണ്ട്, അവർക്കാണ് 45 സീറ്റ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വെറും ഈ 243-ൽ 16 സീറ്റേ ഉള്ളൂ കോൺഗ്രസ്സിന്. അപ്പോൾ ഇനി അടുത്ത തവണ ഇത്രയും പോലും സീറ്റ് തേജസ്വി യാദവും RJDയും കൊടുക്കുമെന്ന് സംശയമാണ്, സഖ്യകക്ഷി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ വലിയൊരു കക്ഷിയാണ് ഞങ്ങൾ. ബീഹാർ മുഴുവൻ ഇളക്കി മറിച്ചത് ഞങ്ങളാണ്. ഇവിടുത്തെ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വലിയ ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം, കൂടുതൽ സാധ്യതകളുള്ള ഞങ്ങൾക്കാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണ തേജസ്വി യാദവ് പറഞ്ഞു നിങ്ങൾ തന്ന സീറ്റുകൾ തന്നെ തുലച്ചു കളഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയായതിന്. ഇവിടെ BJPയും ജനതാദൾ Uവും കൂടെ ഇവിടെ സഖ്യം ഉണ്ടാക്കാനും ഒന്നിച്ച് കയറാനും കാരണം നിങ്ങളാണ്. നിങ്ങൾക്ക് തന്ന സീറ്റിലാണ് മുഴുവൻ പരാജയം ഉണ്ടായി. ഞാൻ 76 സീറ്റ് പിടിച്ചു എനിക്ക് കിട്ടിയതിൽ. നിങ്ങളുടെ സീറ്റുകൾ മുഴുവൻ കളഞ്ഞ് നിങ്ങൾ ഈ പരുവത്തിലാക്കി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇത്തവണയും സീറ്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഭയത്തിലാണ്. പക്ഷേ ഇപ്പോൾ യാത്രയ്ക്ക് എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ. അല്ല, അത് വരുമല്ലോ. കാരണം ഇനി വരാൻ പോകുന്നത് ഇവൻ ലാലു പ്രസാദ് യാദവ് പോലും ഉണ്ട്, വരും.
കാരണം അനാരോഗ്യം ബീഹാറിൽ ഇളക്കി മറിക്കേണ്ടത് ലാലുവിൻ്റെയും തേജസ്വിയുടെയും ആവശ്യമാണ്. ആവശ്യമാണ്. കാരണം അവിടെ വലിയ പാക്കേജും ഒക്കെ കൊടുത്ത് BJP വളരെ ശക്തമായി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ സെറ്റപ്പിൽ BJP അവിടെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു വലിയ കളമൊരുക്കണം. എന്തോ വലിയ അപാകതകളും കുഴപ്പങ്ങളും ഒക്കെ വന്നു എന്നുള്ളത് വരുത്തി തീർത്താലേ അവിടെ ഒരു വിജയം അല്ലെങ്കിൽ ഒരു പിടിച്ചു നിൽപ്പെങ്കിലും നടക്കുകയുള്ളൂ. ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തിന് മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നും ഒട്ടേറെ പേരെ ഒഴിവാക്കിയത് വലിയ ചർച്ചയായിട്ടുണ്ട്. അത് എന്താണ് വളരെ മോശമാണ് എന്നുള്ള തരത്തിലേക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുവാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ശ്രമിക്കും. തീർച്ചയായിട്ടും ശ്രമിക്കും. ആ ആൾക്കാരുടെ മുഴുവൻ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞ് ഇന്ന് വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇലക്ഷൻ കമ്മീഷനെ ആരൊക്കെയാണ് എന്തൊക്കെ കാരണത്താലാണ് ഇവരെ പുറത്താക്കിയത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയത് എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് പറ്റും. അവർ ഇവിടുത്തെ വോട്ടറാണ് എന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തെളിവുകൾ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ അവരെ ലിസ്റ്റിൽപ്പെടുത്തും. അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതിനു മുമ്പേ ബഹളം വന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അല്ല, ഇതിനു മുൻപ് തന്നെ ഈ ഒരു വിഷയം, അതായത് അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു വിഷയം നമ്മുടെ രാജ്യത്ത് വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിനെ മറ്റ് പാർട്ടികൾ, ഇടതുപക്ഷവും പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് പാർട്ടികളും ഒക്കെ തന്നെ വളരെ ശക്തമായി എതിർക്കുകയും ചെയ്തു ഈ ആരോപണത്തെ, ഇത്തരത്തിലുള്ള നീക്കത്തെ. അപ്പോൾ അതുകൂടി ഇവിടെ ചർച്ചയാവുകയാണെന്ന് തോന്നുന്നു. ഈ അനധികൃത കുടിയേറ്റക്കാരാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക, അതായത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന 2 കോടി പേരുണ്ടെന്നാണ് BJPയുടെയും മറ്റുമൊക്കെ ആരോപണം. അവരിൽ പലരും വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ചിലർ ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ലാതെ നിൽപ്പുണ്ട്. പക്ഷേ പലരും വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ബംഗാളിൽ, ബീഹാറിൽ, ആസാമിൽ, UPയിൽ, എന്തിന് കേരളത്തിൽ പോലും വൻ വിജയങ്ങൾ ഉണ്ടാക്കുന്നതിന് പലപ്പോഴും പിന്നെ പല കക്ഷികളെയും സഹായിക്കുന്നത് എന്നുള്ള അതാണ് BJPയുടെ ഒരു നിഗമനം. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, വളരെ സ്ട്രിക്റ്റായിട്ട് തവണ ഈ പരിപൂർണമായിട്ട് ഇലക്ടറൽ റോൾ പരിശോധിക്കാനും വോട്ടേഴ്സ് ലിസ്റ്റ് കുറ്റമറ്റതാക്കാനെന്നുള്ള രീതിയിൽ ചില ശ്രമങ്ങൾ തുടങ്ങി. അപ്പോഴാണ് അത് ചുമ്മാതെ അവിടെ ആദ്യം കയറി അടിച്ചാൽ ഏക്കില്ലല്ലോ. ആദ്യം ഇത് പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. SIR എന്ന് പറയുന്നത് ശരിയല്ല, അതിൽ മാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഏക്കുന്നില്ല. അപ്പോഴാണ് കണ്ടുപിടിച്ച ഒരു സാധനം മഹാദേവപുരയിലെ 1,00,000-ൽ പരം വോട്ടിലെ അനോമലി. അപ്പോൾ അതിന് അവിടുത്തെ മന്ത്രി തന്നെ പറഞ്ഞു, ഇത് നമ്മളാണ് പ്രിപ്പയർ ചെയ്തത്, കോൺഗ്രസ്സുകാരാണ് പ്രിപ്പയർ ചെയ്തത്, BJPക്കാരല്ല. അപ്പോൾ ഇത് പല്ലട കുത്തി നാറ്റിക്കുന്ന പോലെ ആവും, ഇത് നമ്മൾ കൊണ്ടുവന്ന് വെളിയിൽ ഇടണ്ട എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അതെ, ഇതുപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനും പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എഴുതാം. ഇതിപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് അന്ന് പറയണമായിരുന്നു. ഇതിന് സമയമുണ്ട്. ഇലക്ഷൻ പ്രോസസ്സ് ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു ടൈം കൊടുക്കും, കരട് പ്രസിദ്ധീകരിക്കും, ആ സമയത്ത് പരാതി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നോമിനേഷൻ കൊടുക്കുന്നത് വരെ ആൾക്കാർ ചേർക്കുകയൊക്കെ ചെയ്യും, അപ്പോഴും പരാതി കൊടുക്കാം. അങ്ങനെ ഇലക്ഷൻ്റെ അന്ന് വരെ വേണമെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്ത് വോട്ടർമാരെ മാറ്റാം. അങ്ങനെ പരാതിപ്പെട്ട് ഒട്ടേറെ ഡബിളിംഗ് ഒക്കെ മാറ്റിയ നേതാക്കൾ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. കോൺഗ്രസിന് തന്നെ ഉണ്ട്. അടൂർ പ്രകാശിന്റെ ഉദാഹരണം വളരെ വ്യക്തമായ ഉദാഹരണമാണ്. അദ്ദേഹം ജയിച്ചത് പലപ്പോഴും ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇടതുപക്ഷം പലരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായിട്ട് കടത്തിവിട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹം ആദ്യം പരിശോധിച്ച് പൂർണ്ണമായിട്ടും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത് ക്ലീനപ്പ് ചെയ്ത് യഥാർത്ഥ വോട്ടർമാരുടെ ലിസ്റ്റ് ആക്കുന്നത് വരെ കിടന്ന് അധ്വാനിക്കും. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ പരിപാടിക്ക് അദ്ദേഹം ഇറങ്ങുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റി, അദ്ദേഹം മത്സരിച്ച എല്ലായിടത്തും അദ്ദേഹം വിജയിക്കാറുണ്ട്. ഈവൻ ആറ്റിങ്ങൽ പോലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയെന്ന് പറഞ്ഞ ആറ്റിങ്ങലിൽ ഈ വിജയമുണ്ടായത് എങ്ങനെയാണ്? അദ്ദേഹം അവിടെ എത്ര കള്ള വോട്ടുണ്ടോ, എത്ര അനധികൃത വോട്ടുണ്ടോ, അല്ലെങ്കിൽ ഡബിൾ വോട്ടുണ്ടോ എല്ലാം വെട്ടിമാറ്റി. ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാതി പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ഈ പ്രോസസ്സെല്ലാം ചെയ്ത് ശരിയാക്കിയത്. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ ചെയ്ത് ശരിയാക്കാൻ കഴിയാൻ എന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അടൂർ പ്രകാശ് തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അടൂർ പ്രകാശിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് വേണ്ടത് ഈ കാര്യത്തിൽ. അത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ 540 മണ്ഡലത്തിൽ ഇതുപോലെ ചെയ്യേണ്ടത്, ഈ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം എന്ന് പറഞ്ഞു കൊടുക്കും. അതിന് പകരം ഇലക്ഷൻ കമ്മീഷനെ ഡിഫെയിം ചെയ്യാനായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരാതി. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പരാതി EVM ആയിരുന്നു. എന്നും തോറ്റ ഉടനെ പറയും EVM ആണ്, പിന്നെ കൈപ്പത്തി കുത്തുമ്പോൾ താമരയ്ക്ക് പോകും, താമരയ്ക്ക് കുത്തുമ്പോൾ കൈപ്പത്തി പോകും. പണ്ട് ഇതേ EVM മറുപക്ഷത്തിന്റെ ആരോപണത്തിന് വിധേയമായിരുന്നു. അതെ, അന്ന് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ
കോൺഗ്രസ് കോൺഗ്രസ് ഇത് നേതൃത്വം introduce നൽകിയ ചെയ്തത് യു പി കോൺഗ്രസ്സാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ ഇതിന് ഏത് തരത്തിൽ വേണമെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു, പരിശോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു കുഴപ്പവും കണ്ടെത്താൻ പറ്റിയില്ല. ഇല്ല. അതിനുശേഷവും ഇത് തന്നെയാണ് നടക്കുന്നത്. കോൺഗ്രസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കോൺഗ്രസ് ഇലക്ഷൻ പിന്നെ കമ്മീഷന് വേണ്ടിയിട്ടും ഈ വോട്ടിംഗ് മെഷീന് വേണ്ടിയിട്ടും ശക്തമായ നിലപാടെടുത്ത ഒരു പാർട്ടിയാണ് ഈ കാലഘട്ടങ്ങളിൽ അത്രയും. പക്ഷേ BJP അധികാരത്തിൽ കയറിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ നേതാവായി വന്നത് മുതൽ ഈ രീതിയിലാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ എവിടെ തോറ്റാലും ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വേറെ രസമുണ്ടായി. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ADR അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് കൊടുത്തു. അപ്പോൾ ഇതൊരു 100ാമത്തെ പെറ്റീഷനാണ് ഇങ്ങനെ ഇലക്ഷൻ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നറിയാമോ? ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ജസ്റ്റിസ് ഖന്ന, സഞ്ജീവ് ഖന്ന, കഴിഞ്ഞ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിനെക്കുറിച്ച് പ്രതിപക്ഷത്തിനൊക്കെ വലിയ മതിപ്പുള്ള ആളാണ്. അദ്ദേഹം ഇത് മുഴുവൻ പരിശോധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹവും മറ്റൊരു ജഡ്ജിയുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല ഇപ്പോൾ. അദ്ദേഹവും ഇവർ രണ്ടുപേരും കൂടെ ADRൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മുഴുവൻ പ്രൂഫുകൾ കൊണ്ടുവന്നു. ഇനി ഞങ്ങളിത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിങ്ങനെ എന്നും പരാതിയാണ് വോട്ടിംഗ് മെഷീനെ കുറിച്ച്. അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പഠിച്ച് വിശകലനം ചെയ്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തി ഞാനൊരു ഓർഡർ ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മെഷീൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രാരംഭം മുതൽ ഇതിൻ്റെ ബാറ്ററി, മറ്റ് സാധനങ്ങൾ, ചിപ്പ് എല്ലാം മുതൽ ഇത് പാക്ക് ചെയ്ത് വരുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫീസിലെത്തുന്നത്, അവിടുന്ന് ഇത് എവിടെ പോകുന്നു? ഈ 54 ലക്ഷത്തോളം ബൂത്തുകളെ കണ്ടാണുള്ളത്. ഈ ഇത്രയും പെട്ടികളും ഇരിക്കുകയാണ്. ഇത് എവിടെ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഇലക്ഷൻ കമ്മീഷന് പോലും തല കറങ്ങും ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ. അപ്പോൾ ഇത് പല ഭാഗത്തേക്ക് പോവുകയാണ്. പോയി അങ്ങനെ നമ്മുടെ ഒരു ബൂത്തിൽ വരികയാണ്, നമ്മുടെ ഒരു പിന്നെ മണ്ഡലത്തിൽ വരികയാണ്. ആ മണ്ഡലത്തിൽ വരുമ്പോൾ അവിടെ വെച്ചാണ് ഇതിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും ചേർക്കുന്നത്. ഇപ്പോൾ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെയുള്ള പേര് ചേർക്കുന്നത്. അവിടെ കൈപ്പത്തി, താമര എന്നൊക്കെ ഫിക്സ് ചെയ്യുന്നത് അവിടെ വെച്ചാൽ. അത് ആരുടെ മുമ്പ് വെച്ചാണെന്നറിയാമോ? ഇവരുടെ മുമ്പ് വെച്ചാണ്. ഈ ശശി തരൂരിൻ്റെയും പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുമ്പിൽ വെച്ചാണ് അവരെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കാണിക്കും. താമര അടിക്കുമ്പോൾ കൈപ്പത്തി വീഴുന്നുണ്ടോ, കൈപ്പത്തി അടിക്കുമ്പോൾ താമര വീഴുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതെല്ലാം ബോധ്യപ്പെടുത്തി ഒന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഒപ്പിട്ടാണ് ഈ 540 മണ്ഡലത്തിലും ഇങ്ങനെയാണ്. ഈ മഹാദേവപുരയിലും അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹം രാജിവെച്ച ആൾ പറഞ്ഞത്, നമ്മളെല്ലാം പ്രോസസ്സെല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനെയെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇലക്ഷൻ കമ്മീഷന് ഇത് ബോധ്യമായി. ഈ പെട്ടി ഒരു കുഴപ്പമില്ല, ഇത് വളരെ സയൻറ്റിഫിക് ആയ സാധനം, ഇത് ടാമ്പർ ചെയ്യാനോ ഇതിനകത്ത് കുഴപ്പം വരുത്താനോ ആർക്കും സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി. പണ്ട് ഇതാണ് കോൺഗ്രസ് വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ BJP വന്നപ്പോൾ കോൺഗ്രസ് തലതിരിച്ചെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതി ഇത് പഠിച്ച് ഒരു കെട്ട് വരുന്ന ഒരു പിന്നെ ഓർഡർ ഇറക്കി. മേലാൽ ആരും ഇതുപോലത്തെ ഇത് പറഞ്ഞുകൊണ്ട് വരരുത് എന്നുള്ള മട്ടിലാണ്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികളെ ഡിഫൈം ചെയ്യാനായിട്ട്, വീക്കൻ ചെയ്യാനായിട്ട്, മാലിഗ്നൻ്റ് ചെയ്യാനായിട്ട് കുറേ പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവർ ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരു കർമ്മസേനയുടെ പ്രവർത്തനത്തെ മുഴുവൻ തടസ്സപ്പെടുത്തുന്നവരാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ വളരെ മോശമായിട്ടൊരു ഇതോടുകൂടിയാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് പറയാൻ പറ്റില്ല. അപ്പോൾ EVM വിട്ടു, പിന്നെ അടുത്തത് വോട്ടർ പട്ടിക പിടിക്കുകയാണ്. അപ്പം ഇങ്ങനെ കാലാകാലങ്ങളിൽ എന്നാൽ വോട്ടർ പട്ടിക പിടിക്കുന്നതിന് കുഴപ്പമില്ല, ഇതൊന്നും എഴുതി കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു സാധനം എഴുതി കൊടുക്കാതെ നമുക്ക് ഒരു ഇത് കിട്ടുമോ? ഒരു പഞ്ചായത്ത് ഓഫീസിലാണ് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് ലെറ്റർ പാഡിൽ ഫ്രം ഒക്കെ വെച്ചിട്ടുണ്ട്. അവസാനം സിഗ്നേച്ചറിൻ്റെ അവിടെ ഒന്നും ഇടാതെ അയച്ചാൽ എന്ത് ചെയ്യും? അവർ റിജക്റ്റ് ചെയ്യും. ഇനി പ്രധാനമന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യില്ല, അവർ കവറിലാക്കി PMO ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. ബൈ മിസ്റ്റേക്ക് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഇത് വിട്ടുപോയി കാണും, അതൊന്ന് ഒപ്പിട്ടിങ്ങി തരണേ എന്ന് പറഞ്ഞ് ഇവിടെ നിന്നൊരു കവറിലാക്കി അങ്ങ് കൊടുക്കും. ഒപ്പിട്ട് വാങ്ങിച്ചിട്ടേ അവർ ഫയൽ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഇവിടെ മാത്രമല്ല, അമേരിക്കയിലും ഇത് തന്നെയാണ്. അമേരിക്കയിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഒപ്പില്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒരു ഒപ്പിട്ട് കൊടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരവില്ല. അത് എന്തിനു ഒപ്പിട്ട് കൊടുക്കണം? ഞങ്ങൾ പത്രത്തിൻ്റെ മുമ്പിലല്ലേ പറഞ്ഞത്. പത്രത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട്, മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അത് ബൈൻഡിങ് അല്ല. അങ്ങനെ ഒരു പത്രപ്രസ്താവനകളെല്ലാം എടുക്കാൻ നിന്നാൽ എവിടെ പോയി അവസാനിക്കും? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ പ്രോസസ്സ് കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ ഇപ്പോഴും വാദിക്കുന്നത്. അതുകൊണ്ട് തോക്ക് ചൂണ്ടി ഞങ്ങളെ പേടിപ്പിക്കരുത്, നിങ്ങൾ മുൾമുനയെ നിർത്തി പേടിപ്പിക്കരുത്, പ്രചണ്ഡമായ പ്രചരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിക്കരുത്. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അവസാനം പറഞ്ഞ ഇതാണ്, താങ്കൾ ഒന്നുകിൽ അഫിഡവിറ്റ് ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. അപ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയെ സമീപിച്ചാൽ 2, 3, 4 കൊട്ട് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ ഇനിയും
ഇതിനെക്കുറിച്ച് വല്ലതും വന്നാലോ എന്ന് അദ്ദേഹത്തിന് ഭയം കാണണം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ചാടിക്കയറി ഇന്ത്യ മുന്നണിയെ എല്ലാവരും കൂടെ ചേർന്ന് പ്രകടനം നടത്തുന്നു, യാത്ര നടത്തുന്നു. യാത്ര നടത്തുന്നതെന്ന്. രണ്ടാമത്തേത് ഇപ്പം ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞ് ഒരു വരട്ടെ, കളിച്ചോ സൂക്ഷിച്ച് കളിച്ചോ ഇംപീച്ച്മെൻറ്റ് നടത്തുന്നു. ഇംപീച്ച്മെൻറ്റ് നടത്തുന്നത് പോയിട്ട് അതിൻ്റെ ആ പ്രമേയം പാസ്സാക്കിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. എനിക്കൊന്ന് അതിന് പാർലമെൻറ്റിൽ 3/2 ഭൂരിപക്ഷം വേണ്ടി വരും. 3/2 ഭൂരിപക്ഷം രണ്ട് സഭകളിലും വേണം, ലോക്സഭയിലും വേണം, രാജ്യസഭയിലും വേണം. ഇന്നത്തെ കണക്കിൽ അതില്ല. പിന്നെ 100 പേര് ഒപ്പിട്ടാലേ ഈ പ്രമേയം പാർലമെൻറ്റിൽ വെക്കാൻ ഒക്കുള്ളൂ. അസംബ്ലിയിൽ രാജ്യസഭയിലാണെങ്കിൽ 50 പേരുടെ വേണം. ഇത് വെച്ചാൽ തന്നെ ഈ പ്രമേയം ഇവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറും ചെയർമാനും കൂടെയാണ്. അതെ. അപ്പോൾ അത് തള്ളിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ കിടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ഇന്നും ഇപ്പോൾ ബഹളം ഉണ്ടാക്കി ഓം ബിർള പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ സ്പീക്കർ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഈ പൊതുമുതലൊക്കെ നശിപ്പിച്ചാൽ അതിന് വേറെ പണി എടുക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ ദിവസവും പാർലമെൻറ്റിൽ ഇതാ പരിപാടി. 1 മിനിറ്റിന് 1 കോടിയോ മറ്റാണ് നമ്മൾ ചിലവാക്കുന്നത് ഈ പാർലമെൻറ്റ് നടത്താൻ. അല്ല, അത് അപ്പോൾ അവിടെ എന്നും ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കാം അല്ലേ? അതാണല്ലോ കൊടുക്കാത്ത ഒരു ആരോപണത്തിൽ, അതായത് ഓൺ റെക്കോർഡ് ആകുന്നില്ലെന്നേ. സർക്കാരിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ, കോടതിയിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ ഒന്നും വേണ്ട, ഞാൻ കേരളാവധിക്ക് ഒരു പരാതി തരികയാണ്, കേരളാവധിക്ക് ഞാൻ ഒപ്പിടാതെ തന്നാൽ നിങ്ങൾ എടുക്കൂ, ഒന്നുകിൽ തള്ളും അല്ലെങ്കിൽ ഒപ്പിട്ട് തരാൻ പറയും അല്ലേ? ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്, അവിടെ പോലും ഒരു ഒപ്പിടാത്ത ഒരു പരാതി എടുക്കില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു കീഴ്വഴക്കം. അതാണ് അതോറിറ്റി ആകുന്നത് അപ്പോഴാണ്, ഒരു ലെറ്ററിന് ഒരു അതോറിറ്റി വരുന്നത് അപ്പോഴാണ്, ഓൺ റെക്കോർഡ് ആകുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇത് കൊടുക്കുന്നു, അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം അത് ശരിയാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കർശനമായ നിലപാടെടുക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നേരത്തെ ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യം നേരിട്ടുണ്ടാകും. അതിലേറ്റവും ഉദാഹരണം TN ശേഷനാണ്. TN ശേഷൻ വന്നപ്പോൾ 1990 അദ്ദേഹം വരുന്നത്, 90 ഡിസംബറിൽ മറ്റാണ് അദ്ദേഹത്തിന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ആളായിരുന്നു TN ശേഷൻ. അതുവരെ TN ശേഷനെ ആരും അത്ര അറ്റൻഡ് ചെയ്യില്ല, കാരണം അദ്ദേഹം അമിത കഴിവുകളുള്ള ആളാണെന്ന് പറഞ്ഞ് പലർക്കും പേടിയാണ് ഇദ്ദേഹത്തിനെ കൊണ്ട് നടക്കാൻ. എന്തായാലും ഇലക്ഷൻ കമ്മീഷനെ TN ശേഷനെ ഇലക്ഷൻ കമ്മീഷണറാക്കി കോൺഗ്രസ്സാണ് ആക്കിയത്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഈ ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ചു. അതെ. അന്ന് അദ്ദേഹം എടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ ഗാന്ധി ഇന്ന് പറയുന്ന പ്രശ്നമൊന്നുമല്ല, അന്ന് റിഗിങ് ആണ്. പെട്ടി എടുത്തുകൊണ്ട് പോയി കുത്തി ഇടുന്ന കാലമാണ്, അക്രമികളുടെ ബഹളമാണ്. സുപ്രീം കോടതി വരെ ഇത് അവസാനം ഹൈ ഹാൻഡ് കാണിക്കേണ്ടി വന്നു. കാരണം എല്ലായിടത്തും ഇതുപോലെ ബൂത്ത് ക്യാപ്ചറിങ് പ്രശ്നം, വോട്ട് തട്ടിപ്പറിക്കുന്നു, ചിലയിടത്ത് ബാലറ്റ് പേപ്പർ കാണാനില്ല, ആകെ കുളമാണ്. ഇതെല്ലാം കോൺഗ്രസും ജനതാദളും ഒക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായ സംഭവങ്ങളാണ്. അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് TN ശേഷൻ ചില നടപടികൾ ചെയ്യാൻ തുടങ്ങി. സെക്യൂരിറ്റി, ടോപ്പ് സെക്യൂരിറ്റി എല്ലാ ബൂത്തിലും, അല്ലാതെ ഒരു പോലീസുകാരൻ നിൽക്കുകയൊന്നുമല്ല. അതോടുകൂടി മാസീവായിട്ട് യു പിയിലൊന്നും ഒരു ഇലക്ഷനും നേരെ നടക്കില്ല. ആദിവാസികളടക്കമുള്ളവർ, പിന്നോക്കക്കാരടക്കമുള്ളവർക്ക്, പട്ടികജാതി വിഭാഗക്കാർക്കൊന്നും വോട്ട് ചെയ്യാൻ നിവൃത്തിയില്ല. TN ശേഷം വന്ന് വോട്ടിംഗ് ശതമാനം കൂടി, അദ്ദേഹം സെക്യൂരിറ്റി കൊടുക്കുകയാണ് എല്ലാവർക്കും വന്ന് വോട്ട് ചെയ്യാൻ. അപ്പോൾ അതോടുകൂടി അത് മാറി. പിന്നെ ഈ ഇലക്ഷൻ നോംസ്, പിന്നെ നമ്മുടെ ഈ ഇലക്ഷന് മുമ്പായിട്ട് വേണ്ട എല്ലാ ഫോർമാലിറ്റികൾക്കും അദ്ദേഹം പ്രത്യേക നോംസ് കൊണ്ടുവന്നു. അതോടുകൂടി ഇലക്ഷൻ ഏതാണ്ട് ശുദ്ധീകരിക്കപ്പെട്ടു. എനിക്കൊന്ന് വളരെ വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് പ്രചരണ രംഗത്തെ പണക്കൊഴുപ്പിന്. അതെ, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് അദ്ദേഹം കൊണ്ടുവന്നു. മാതൃകാപരമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എപ്പോൾ മൈക്ക് നിർത്താം, രാത്രി 1 മണിക്കും 2 മണിക്കും വരെ മൈക്ക് അടിച്ചുകൊണ്ട് നടക്കുന്ന അതെല്ലാം നിർത്തി. കണ്ടവൻ്റെ മതിലെല്ലാം എഴുതി വയ്ക്കാൻ പറ്റില്ല, ആ ആളുടെ അനുവാദം വേണം. ഇങ്ങനെ തുടങ്ങി ഇലക്ഷൻ്റെ എത്ര രൂപ ചെലവഴിക്കാം, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും. അത് നോക്കാനായിട്ട് അവസാനം ഒബ്സർവറെ വെച്ചു. ഇത് ആദ്യം നടക്കുന്നില്ല, അത് പിന്നീട് അദ്ദേഹം ഒബ്സർവർമാരെ വെച്ചു. ഓരോ മണ്ഡലത്തിനും 2-3 ഒബ്സർവർമാരെ അവരെ വെച്ചു. അന്ന് അല്ല, എനിക്ക് അങ്ങനെ ഞാൻ ഊഹിക്കുന്നത്, എനിക്കൊന്ന് അന്ന് ഇത്തരത്തിലുള്ള എല്ലാം വളരെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇത്തരത്തിലൊരു വളരെ ശക്തമായ നിയന്ത്രണം വരുമ്പോൾ അവരൊക്കെ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ അഡ്ജസ്റ്റ്മെന്റ് സാധിച്ചില്ല. അവരെ എല്ലാവരും എതിർത്തു. ഇടതുപക്ഷം എതിർത്തു, കോൺഗ്രസ് എതിർത്തു, അത് ആരാണോ കൊണ്ടുവന്നത് അവർ വരെ എതിർത്തു. ഈ TN ശേഷന് മൂക്കുകയറിടാനാണ് ഇവർ ശ്രമിച്ചത്. അതിനായിട്ട് അദ്ദേഹത്തിന് ആദ്യം 2 ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പുറകെ 2 ഇലക്ഷൻ കമ്മീഷണർമാരെയും കൂടെ നിയോഗിക്കുകയാണ് ചെയ്തത്, ഇടതും വലതും 2 പേര്. അപ്പം TN ശേഷൻ അതിൽ രോഷാകുലനായി സുപ്രീം കോടതിയിൽ പോയി അദ്ദേഹത്തിനെ തടുക്കാനൊക്കെ നോക്കി.
പക്ഷേ നടന്നില്ല. സുപ്രീം കോടതി പറഞ്ഞു അല്ല, അത് ഭരണഘടനയിൽ അങ്ങനെ ഉണ്ട്, 3 ഇലക്ഷൻ കമ്മീഷൻ വേണേലും ആവാം, എന്നിട്ട് നിങ്ങൾ മെജോറിറ്റി വെച്ച് തീരുമാനിക്കണമെന്ന്. മെജോറിറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഇവർ രണ്ടുപേരും നരസിംഹറാവു പറയുന്നത് കേൾക്കുള്ളൂ. നരസിംഹറാവുവാണ് ഇതിന് കുച്ചുബലം കിട്ടത്. നരസിംഹറാവു ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഫലമായിട്ട് പല കേന്ദ്രമന്ത്രിമാർക്കും പ്രശ്നം വരുമെന്നുള്ള അവസ്ഥ വന്നു. ഇദ്ദേഹം 40 കാൻഡിഡേറ്റ്സിൻ്റെ നോട്ടീസ് അയച്ചെന്നേ ഇലക്ഷൻ നടക്കുമ്പോൾ, നിങ്ങളൊക്കെ പെരുമാറുന്നത് ശരിയല്ല. അതിൽ 14 എണ്ണത്തിന് അദ്ദേഹം അസാധുവാക്കി. പഞ്ചാബിലെ ഇലക്ഷൻ തലേ ദിവസം അസാധുവാക്കി. ആലോചിച്ച് നോക്ക്. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ എല്ലാം റെഡി ആയിരിക്കണം. സ്ഥാനാർത്ഥി റെഡിയായി, പോളിംഗ് ബൂത്ത് റെഡിയായി, പെട്ടി റെഡിയായി, പ്രിസൈഡിംഗ് ഓഫീസർ റെഡിയായി, ഏജൻറ്റുമാർ റെഡിയായി, ഇത്രയും പ്രചരണം നടത്തി എല്ലാ പാർട്ടികളും വോട്ട് കുത്താനായിട്ട് നിൽക്കുമ്പോഴേ ഇലക്ഷൻ ക്യാൻസൽഡ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുള്ളാണ്. കാരണം അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് വരെ അന്ന് പ്രശ്നമുണ്ടായി. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഇതൊരു ക്രെഡിറ്റ് ആയിരിക്കും. കാരണം ആദ്യം ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ശേഷനെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇംപീച്ച്മെൻറ്റ് പറയുന്നത് ഇദ്ദേഹത്തിനെയാണ്, നമ്മുടെ ജ്ഞാനേഷ് കുമാറിനെയാണ്, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ. അന്ന് പിന്നെ ഇംപീച്ച്മെൻ്റ് ഒന്നും നടന്നില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൈ വിലങ്ങ് വെച്ചു. ഇദ്ദേഹത്തിൻ്റെ കൈ വിലങ്ങ് വയ്ക്കാനുള്ള പ്രധാന കാരണം പറയുന്നത് എന്തറിയാമോ? അദ്ദേഹം പറഞ്ഞു അതാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പഠിക്കേണ്ട ഒരു കാര്യം. ഇലക്ഷൻ പ്രോസസ്സ് ശരിയാവണമെങ്കിൽ ടി.എൻ. ശേഷൻ പറഞ്ഞതാണ്, ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ നേരെ നിൽക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഉത്തരവാദിത്തമാണല്ലോ ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല എല്ലാം നേരെയാക്കാൻ. ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ജനാധിപത്യപരമാവണം. അതെല്ലാവരും വരണ്ടുപോയി. നിങ്ങളുടെ ഭരണഘടന ഇവിടെ ഭരണഘടനയാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഒരു ഭരണഘടന ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്, അവരുടെ പാർട്ടിയുടെ ഭരണഘടന. അതെ, എങ്ങനെ ഞങ്ങൾ ആളെ തിരഞ്ഞെടുക്കും, എങ്ങനെ ഇലക്ഷൻ നടക്കും, ഉൾപാർട്ടി ജനാധിപത്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ സ്ട്രിക്റ്റായിട്ട് പാലിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ നേരെ നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ചിലപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരാളെ കൂടെ നിയോഗിച്ചു കളയുന്നു. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതാണ്ട് 7 പ്രാവശ്യം മറ്റേ AICC-യിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ലാസ്റ്റ് നടന്നത് തരൂരിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ബാക്കി എല്ലാം അവിടുന്ന് പറയുന്നു ഞങ്ങളിരിക്കുന്നു, അതേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത്തവണയാണ് ആദ്യമായിട്ട് തരൂരും ഒക്കെ ഒരു ഇലക്ഷൻ നടത്തിയത്. അപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് ടി.എൻ. ശേഷൻ പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഭരണഘടനയെ പറഞ്ഞിരിക്കുന്ന പോലെ ഇലക്ഷൻ നടത്തണം. അത് ഒബ്സർവ് ചെയ്യാൻ ചിലപ്പോൾ ഒരാളെയും കൂടെ ഇലക്ഷൻ കമ്മീഷനിൽ വരും. എല്ലാവരും വരണ്ടുപോയി. പിന്നൊന്ന് പറഞ്ഞു, കാശ് ഈ അഴിമതി തീർക്കണമെങ്കിൽ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ അഴിമതി രഹിതമാകണം. നിങ്ങൾ കോടിക്കണക്കിന് ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്നു, കോടിക്കണക്കിന് പലരുടെയിൽ നിന്ന് വാങ്ങിക്കുന്നു, കോടിക്കണക്കിന് അഴിമതിക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അത് പറ്റില്ല. ഇലക്ഷൻ പ്രോപ്പർ ആവണമെങ്കിൽ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ള പോലെ എങ്ങനെയാണ് നിങ്ങൾ പിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ ഞങ്ങളടുത്ത് പറയണം. അതിന് അക്കൗണ്ടബിലിറ്റി പറയും. ഇപ്പോൾ ഒരു അക്കൗണ്ട് ചുമ്മാ കൊടുക്കുകയാണ്, മറ്റേത് ഇലക്ഷൻ കമ്മീഷൻ കൂടെ ചേർന്ന് ഒരു ഓഡിറ്റിംഗ് നടത്തി കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ആകെ പടപടാന്നായിപ്പോയി. ഈ 2 കാര്യം നടത്തിയാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ക്ലീൻ ആവും. കാരണം ഇപ്പോൾ LDF ആയാലും UDF ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളവരല്ലേ പലപ്പോഴും സ്ഥാനാർത്ഥിയാക്കുന്നത്. ശരിയാണ്. മറ്റേ എൻ്റെ നാട്ടിലെ ആര് സ്ഥാനാർത്ഥി വേണമെന്ന് എൻ്റെ നാട്ടിലെ BJP-ക്കാരും എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരും എൻ്റെ നാട്ടിലെ CPM-കാരും തീരുമാനിക്കുന്ന ഒരു കാലം ഒന്ന് ആലോചിച്ചു. ഇപ്പം മുഖ്യമന്ത്രി ആണ് നിശ്ചയിക്കുന്നത് ആരൊക്കെ മന്ത്രിമാരാവണമെന്ന്, അത് ഓക്കെ. പക്ഷേ ആര് MLA ആവണം എന്നുള്ളതും കൂടെ മുഖ്യമന്ത്രിയാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള അവസ്ഥയല്ലേ ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്, കേരളത്തിൽ അങ്ങനെയാണ്, മറ്റേ എല്ലാ സംസ്ഥാനത്തിലും അങ്ങനെയാണ്. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ ഇത് ഇന്നർ പാർട്ടി ഡെമോക്രസി ഇല്ല എന്നുള്ളതാണ് ടി.എൻ. ശേഷൻ കണ്ടുപിടിച്ച ഒരു. ഇത് വന്നാലേ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ. ശരിയാണ്. അപ്പോൾ അതിന് വിലം കിട്ടവരാണ് കോൺഗ്രസ് അടക്കമുള്ളവർ. എന്തായാലും ഇപ്പോൾ ഒരു വലിയ ശക്തമായ ഒരു റിഫ്റ്റ് ഭരണപക്ഷവും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അതെ, മോദി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നപ്പോൾ ഒരല്പം ഒന്ന് മങ്ങിയെങ്കിലും ആ മോദി പ്രഭാവം ഇപ്പോൾ വീണ്ടും വളരെ ശക്തമായി വന്നിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ മോദി പ്രഭാവത്തിൽ നിൽക്കുന്നു എന്നാണ് നിഷ്പക്ഷരായ പലരുടെയും അനാലിസിസ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കരുത്തനായിക്കൊണ്ടിരിക്കുകയാണ് മോദി ഓരോ ദിവസം കഴിയും തോറും. അതിൽ ആശങ്കാകുലരായി ഇവർ ഇനിയും ശക്തമായ പ്രതിഷേധവും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും ഒക്കെ നടത്തിയേക്കുമെന്നാണോ കരുതേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമെന്നാണ്. പക്ഷേ ബീഹാറിൽ ഈ നടത്തുന്ന പ്രക്ഷോഭം പരാജയപ്പെട്ടു പോകുന്നതാണ് അവിടുത്തെ പല നിരീക്ഷകരും പറയുന്നത്. കാരണം അവിടെ 82% ഹിന്ദുക്കളുള്ളൊരു സ്ഥലമാണ്. 10-17% മുസ്ലിങ്ങളും ബാക്കി പിന്നെ ജൈനനും ക്രിസ്ത്യാനും കൂടെ കുറച്ച് എല്ലാം കൂടെ ചേർന്ന സ്ഥലമാണ്. അവിടെ ഇപ്പം തന്നെ ഒരു ഫീലിംഗ് ഉണ്ട്, ഇവർ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നതെന്ന്. ഇത് ഇവർക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്ന് തേജസ്വി യാദവിന് പോലും പേടിയാണ്. ഇതിൽ കൂടുതൽ ഇത് നീങ്ങിയാൽ നമുക്ക് ഉള്ള വോട്ടിൽ കൂടെ ചിലപ്പോൾ മണ്ണ് വാരി ഇടുമോ
ഇത് BJP മിസ്യൂസ് ചെയ്യുമോ യൂസ് ചെയ്യുമോ എന്നൊക്കെ അവർക്ക് ഭയമുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കളിച്ച കളിയല്ല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പോളറൈസേഷനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുമോ എന്ന് തന്നെ ഇലക്ഷൻ്റെ പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ അന്നേരം പിന്നെ പറയും ഞങ്ങളിവിടെ വലിയ പ്രകടനം നടത്തി ജാഥ നടത്തി അതിൽ മുഴുവൻ ഒത്തിരി ആളുണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാം വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞാൽ എന്ത് പറയാനാണ്? ഇതുപോലെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു, കർഷകരെല്ലാം ഞങ്ങളുടെ കൂടെ ആയിരുന്നു, അവസാനം പെട്ടി പൊട്ടിച്ചപ്പോൾ ഞങ്ങൾ തോറ്റുപോയി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് താഴെ തട്ടിലുള്ള കളികൾ ഭയങ്കരമാണ്. ഇപ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം നോക്ക്, ആകെ പ്രതിപക്ഷത്തെ മൊത്തം അങ്കലാപ്പലാക്കുന്ന വിധത്തിലല്ലേ പിന്നെ സ്ഥാനാർത്ഥിത്വം കൊണ്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് 2 പ്രാവശ്യം DMK ആണ് ജയിപ്പിച്ചത് അല്ലേ, ശ്രീമാൻ രാധാകൃഷ്ണൻ ജി, നമ്മുടെ മഹാരാഷ്ട്ര ഗവർണർ. അപ്പം അദ്ദേഹം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആരാണ് അങ്ങേർക്ക് പിന്തുണ കൊടുക്കേണ്ടത്? മുഴുവൻ തമിഴ്നാട്ടുകാരുമാണെന്നുള്ളൊരു സ്ലോഗനാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ തമിഴ്നാട്ടുകാരുടെയും പിന്തുണ കിട്ടണമെങ്കിൽ DMK ഉൾപ്പെടെയുള്ളവർ പിന്തുണയ്ക്കണം. ഇപ്പോൾ DMK പിന്തുണയ്ക്കില്ല, ഇങ്ങനെ RS-കാരനാണെന്ന് പറയാൻ നോക്കില്ല. കാരണം കോയമ്പത്തൂർ 2 പ്രാവശ്യം ജയിപ്പിച്ചത് DMK ആണ്. അപ്പോൾ പിന്നെ ഇത് RS-കാരനായതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയാൻ നോക്കില്ല. അദ്ദേഹം 16 വയസ്സ് മുതൽ RS-കാരനായിരുന്നു. പക്ഷേ 2 പ്രാവശ്യം ഇദ്ദേഹത്തിന് പാർലമെൻറ്റിൽ അയച്ചത് DMK ആണ്. അപ്പോൾ അത് സപ്പോർട്ട് കൊടുത്തത്. പിന്നെ അവരുമായിട്ട് എന്നും ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം അവിടെ വേറൊരു ക്വസ്റ്റ്യൻ, ഇതാണ് BJPയുടെ ലൈൻ. ഏത് കാര്യം ഇപ്പോൾ വൈസ് പ്രസിഡന്റിൻ്റെ സ്ഥാനം നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് വേറെ ആളിലേക്കാണ് അല്ലേ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ വന്നത് ആരും പ്രതീക്ഷിക്കാത്ത തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണൻ അല്ലേ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇലക്ഷനിൽ ഒരുപാട് തന്ത്രങ്ങൾ BJPക്ക് അറിയാം. ഇപ്പം തന്നെ തമിഴ്നാട് ഇലക്ഷൻ അടുത്ത 26-ന് വരാൻ പോവല്ലേ. അപ്പോൾ ആ സമയത്ത് ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആവും. വോട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നം, വോട്ട് ചെയ്താൽ പിന്നെ പ്രശ്നം, രണ്ടും പ്രശ്നമാണ്. വോട്ട് ചെയ്താൽ ഇന്ത്യ മുന്നണിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്ന പോലെ ആവും, അല്ലെങ്കിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്ന പോലെ ആവും. വോട്ട് ചെയ്തില്ലെങ്കിൽ തമിഴ്നാട്ടുകാരെ പിണക്കും പോലെ ആവും, അല്ലെങ്കിൽ ആക്കും. ഇതൊക്കെയാണ് BJPയുടെ ചില തന്ത്രങ്ങൾ. രാഷ്ട്രീയമാകുന്ന ചതുരംഗപ്പലകയിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കരുനീക്കം. അതൊക്കെയാണ് കരുനീക്കങ്ങൾ. അല്ലാതെ ഈ നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറഞ്ഞു, വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറ്റം പറഞ്ഞു, ഇതൊക്കെ എന്നുള്ളതാണെന്നേ. ഞാൻ പറഞ്ഞില്ലേ 80 മുതൽ 90 വരെ ഉള്ള ഇലക്ഷനുകൾ മുഴുവൻ കുഴപ്പമായിരുന്നെന്ന് സുപ്രീം കോടതി പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അതൊക്കെ നന്നാക്കാനാണ് ശേഷനെ കൊണ്ടുവന്നത്. ആ ശേഷൻ്റെ കൈയും കാലും കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യുന്നവരെ ഇംപീച്ച് ചെയ്തില്ല, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, വരട്ടും ഒക്കെ ആയിട്ട് നടന്നേ ഉള്ളൂ. കാരണം അദ്ദേഹം സ്ട്രിക്റ്റ് നടപടികളാണ് എല്ലാത്തിലേക്കും. ആരെയും രാഷ്ട്രീയ പാർട്ടി പോലും നോക്കാതെ എല്ലാവർക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് വന്നപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഷമമായി. തീർച്ചയായിട്ടും അത് നമ്മൾ അന്ന് കണ്ടതാണ്. ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ അദ്ദേഹത്തിനോട് ഒത്തിരി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇവിടെ ദേശീയ പാർട്ടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ കുഴപ്പമുണ്ട്. അത് ഈ ജനതാ പാർട്ടിയുടെ ഈ ചാഞ്ചാട്ടം കണ്ടിട്ട് അദ്ദേഹം പഠിച്ച കാര്യമാണ്. ഈ ഏച്ചു കെട്ടിയ പാർട്ടികളുണ്ടല്ലോ, ശരിയായ ജനതാ പാർട്ടി തന്നെയാണ് ഇന്നത്തെ ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വേറൊരു ജനതാ പാർട്ടിയായിട്ട് മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇന്ത്യ മുന്നണി വന്നുകൊണ്ടല്ല പറയുന്നത്, ആ രീതിയിലുള്ള പാർട്ടികൾ ശരിയല്ല, മുന്നണികൾ ശരിയല്ല എന്ന് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ദേശീയ പാർട്ടികളായി നിൽക്കുകയും ദേശീയ പാർട്ടികൾ പാർലമെൻറ്റിലേക്ക് മാത്രം മത്സരിക്കുന്ന ഒരു രീതി ഉണ്ടാകുകയും വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. അതൊക്കെ അദ്ദേഹം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം ചെയ്തുമില്ല. കാരണം അതൊക്കെ പറഞ്ഞാൽ ഇവിടെ അടി നടക്കുമെന്ന് അറിയാം. ശരിക്കും ഇപ്പോൾ 6 ദേശീയ പാർട്ടികളുണ്ട്. 6 ദേശീയ പാർട്ടികൾ മാത്രമേ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. ബാക്കിയുള്ള സ്റ്റേറ്റിലേക്കുള്ള 56-57 പാർട്ടികൾ, സ്റ്റേറ്റ് രജിസ്റ്റേർഡ് പാർട്ടികളുണ്ടല്ലോ, ആ പാർട്ടികൾ അസംബ്ലിയിലേക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെ നിയമം ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ഇവർക്ക് അപ്പോൾ സെൻട്രലിലേക്ക് എങ്ങനെ പ്രാതിനിധ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അതിന് ഇവർക്ക് രാജ്യസഭയിൽ പോകാമല്ലോ. രാജ്യസഭയിൽ ഇവരുടെ ആളെ ഇപ്പോൾ DMK തമിഴ്നാട്ടിൽ മാത്രമേ മത്സരിക്കുന്നു, MLA സ്ഥാനത്തേക്ക് മാത്രമേ മത്സരിക്കുന്നുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നുള്ള മുഴുവൻ DMK പിന്നെ ആൾക്കാരെയും MP-മാരെയും രാജ്യസഭയിലേക്ക് ഇവർക്ക് അയക്കാൻ പറ്റും. അപ്പോൾ രാജ്യസഭയിൽ ഇവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും കാര്യങ്ങളും ചെയ്യും. പക്ഷേ ദേശീയ പാർട്ടികൾ പാർലമെൻറ്റിൽ നിന്ന്, ഇത് ലോകത്ത് മുഴുവൻ അങ്ങനെയാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ ഏത് നോക്കിയോ 2-3 രാഷ്ട്രീയ പാർട്ടികളേ ഉള്ളൂ. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ശിഥിലമാകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനായിരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള പോര് ഇപ്പോഴും തുടരുകയാണ്. തെളിവ് നൽകണം, സത്യവാങ്മൂലം നൽകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. എന്നാൽ ഇംപീച്ച് ചെയ്യും എന്ന് തിരിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും രാഹുൽ ഗാന്ധിക്ക് ഈ ഇംപീച്ച്മെൻറ്റ് നടപടികളുമായി എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. മറുവശത്ത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും നരേന്ദ്രമോദിയുടെ ആധിപത്യം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. BJPയുടെയും BJPയും RSSും തമ്മിലുള്ള
ഒരു കോർഡിനേഷൻ ഇപ്പോൾ മുൻപെന്നത്തെക്കാളും കൂടുതൽ മികച്ച രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് ദേശീയ തലത്തിലാണെങ്കിൽ തന്നെയും പ്രാദേശികമായിട്ടാണെങ്കിൽ തന്നെയും മറ്റ് പാർട്ടികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം പ്രാദേശികമായി അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലേക്കൊക്കെ തന്നെ ഇത്തരത്തിലൊരു വളരെ ശക്തമായ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടുമായി BJP മുന്നോട്ട് പോവുകയാണെങ്കിൽ, RSS മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ മറ്റു പാർട്ടികൾ അപ്രസക്തമായി പോകും എന്നൊരു ആശങ്ക അവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിരീക്ഷണം. അതിൻ്റെയൊക്കെ തന്നെ ആകെ ഫലമായിട്ടാണ് ഈ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിനൊപ്പം അണിനിരന്ന് ഇന്ത്യ മുന്നണി വീണ്ടും ഒരു റീഗ്രൂപ്പിങ്ങിനായി ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പരിണാമം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.